അവിടെ പോയത് 2 ചവിട്ടി അവിടെ എനിക്കറിയാം ഓവറായി കള്ളം പറയണ്ട. നീ ചവിട്ടിയല്ലേ കള്ളം പറയണ്ട. മതി ഓവർ ആവണ്ട. അഭിനയം പൊട്ടഭിനയമാണ്. ഓടി രാത്രി 11:15. അവൻ എന്നെ ചവിട്ടി വിളിച്ചില്ലേ? ഞാൻ പറഞ്ഞോട്ടെ, നീ വിളിക്കുന്നതിന് മുന്നേ ഞാൻ അവിടെ സാധനങ്ങൾ തിരിഞ്ഞ് അപ്പൊ ഇത്ര ഡിസ്റ്റൻസ് നമുക്ക് നിൽക്കാനായിട്ട്. അപ്പൊ അവൻ വെച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ നടന്നു ഇപ്പൊ ഈ സൈഡ് തട്ടി. അപ്പൊ അവന്റെ വിചാരം ഞാൻ ഈ തട്ടിയത് ഞാൻ മനപ്പുറം തട്ടിയതായിരിക്കും. അപ്പൊ ഒറ്റ ചവിട്ട് എന്തോ വലിയ ദേഷ്യം വെച്ചിട്ട് എന്നിട്ട് അത് കഴിഞ്ഞ് വന്ന് വിളിച്ചോണ്ട് പോയി. ഈ പറഞ്ഞില്ലേ ഞാൻ വിളിച്ചോണ്ട് പോയപ്പോ അവൻ ഇങ്ങനെ നിൽക്കായിരുന്നു. ഇങ്ങനെ ബാക്കിൽ കൂടെ അല്ലേ പോയത്. അപ്പൊ ഞാൻ അവനെ ചവിട്ടിന്ന്. രാത്രി 11:20. ചവിട്ടിന്നൊക്കെ എങ്ങനെ പറയുന്നത് ബിഗ് ബോസ്? എന്റെ ബെഡിൽ നിന്ന് എണീറ്റ് ഞാനിങ്ങനെ വരുന്ന വഴിയില് ആര്യയുടെ കാല് എന്റെ ഇവിടെ കയറി കൊണ്ടു. അപ്പൊ ആര്യ വിചാരിച്ചു ഞാൻ ആര്യ മനപ്പുറം ചവിട്ടിന്ന്. ആര്യ കാല് കുടഞ്ഞിട്ട് ഒറ്റ ചവിട്ട് തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ആ ചവിട്ട് എന്നെ ചവിട്ടിന് ശേഷം ഞാൻ പിന്നെ അവിടെ പോയി ഇരുന്നു. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് ആര്യ അവിടെ ഡ്രസ്സ് എന്തോ എടുത്തോണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ അവന് ഞാൻ വീണ്ടും ഞാൻ അവനെ അങ്ങോട്ട് ചവിട്ടിന്നും പറഞ്ഞിട്ട് ഇപ്പം എന്റെ മെക്കെട്ട് കയറുക. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. 26-ാം ദിവസം അർദ്ധരാത്രി 12:20. ഇവിടെ വെക്കാൻ പറ്റില്ല. ഇല്ല സോറി, അതതിനകത്ത് വെക്കും. കാരണം ഷൂവിന്റെ പുറത്ത് വെക്കാൻ പറ്റില്ല. എന്താണ് കാണിക്കുന്നത്? ഇല്ല, സമ്മതിക്കത്തില്ല. ക്യാപ്റ്റൻ ഒന്ന് വരാമോ? ഈ മൊത്തം സ്പേസ് എനിക്ക് സ്പേസ് ഈക്വൽ സ്പേസ് ആണ്. എനിക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല. ഇവിടെ വെക്കാൻ പറ്റില്ല. ഇവിടെ വെക്കാൻ പറ്റത്തില്ല. സോറി, ഞാൻ ആദ്യമേ കൊണ്ട് വെച്ചതാണ്. പറ്റത്തില്ല, സമ്മതിക്കത്തില്ല. എന്റെ ഡ്രസ്സിനെ പുറത്ത് വെക്കാൻ പറ്റത്തില്ല. ഇല്ല, നടക്കല്ലേ പ്ലീസ്. സമ്മതിക്കത്തില്ല. എന്താണ് ഷൂ കിട്ട് എറിയുന്നത്? നമുക്ക് ഈക്വാലിറ്റി വേണ്ട. വലിയ ബെഡല്ലേ, എനിക്ക് ചെറിയ ബെഡിൽ വേണ്ട. അതും പ്രശ്നം. എന്താണ് പ്രശ്നം? എന്റെ ഷൂ തൊട്ട് എന്റെ ഷൂ തൊടരുത്. ഇല്ല, പറ്റത്തില്ല. ഇല്ല, എനിക്കിവിടെ ഇത്ര സ്പേസ് ഞങ്ങളുടെ എന്റെ സ്പേസ് കൊണ്ടുവയ്ക്കില്ല. സമ്മതിക്കത്തില്ല. എന്തിനാണ് ഇടിക്കുന്നത്? ഇപ്പൊ ഇടിച്ച് നീ കണ്ടില്ലേ? ഇടിച്ചില്ല, ഞാൻ കണ്ട്. ഞാൻ അതല്ല ഞാൻ ചോദിച്ചത്. അത് പിന്നെ സംസാരിക്കാം. ഇത് വെച്ച് എന്റെ തലയിൽ എന്തിനാണ് വിഷമം